തിരുകേശ വിവാദം ചൂടുപിടിക്കുന്നതിനിടെയാണ് ഇന്ത്യ വിഷൻ ദുബായ് ബ്യൂറോ അഹമ്മദ് അൽ ഹസർജിയുടെ വീടന്വേഷിച്ചിറങ്ങിയത്. ഈ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന തിരുകേശമാണ് അഹമ്മദ് അൽ ഹസർജി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് നൽകിയത്. സൗദി അറേബ്യയിലെ പ്രമുഖ ഗോത്രങ്ങളിലൊന്നാണ് ഹസ്രജി ഗോത്രം. ഹസ്രജി ഗോത്രത്തിലെ പ്രമുഖനായ മുഹമ്മദ് ബിൻ അഹമ്മദ് ഹസർജിയെ UAE രാഷ്ട്രശില്പിയായ ഷെയ്ഖ് സായിദ് UAEയിലേക്ക് കൊണ്ടുവന്നെന്ന് പറയപ്പെടുന്നു. മുഹമ്മദ് ബിൻ ഹസർജിയുടെ മകനായ അഹമ്മദ് അൽ ഹസർജി പുരാവസ്തു ശേഖരണത്തിൽ കമ്പമുള്ള ആളാണ്. പുരാവസ്തുക്കൾ തേടിയുള്ള യാത്രയിലാണ് തിരുകേശം ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. UAE ഭരണാധികാരികളുടെ അറിവോടെയാണ് അബുദാബിയിലെ മ്യൂസിയത്തിന് സമാനമായ വീട്ടിൽ തിരുകേശം സൂക്ഷിക്കുന്നത്. നബിദിനം, റംസാൻ എന്നീ പ്രത്യേക ദിനങ്ങളിൽ ഇവിടെ കേശം പ്രദർശിപ്പിക്കും. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ കേശത്തിലൂടെ ശുദ്ധജലം ഒഴിക്കും. ഒഴുകിവരുന്ന വെള്ളം പ്രത്യേക സംവിധാനത്തിലൂടെ ബോട്ടിലുകളിൽ ശേഖരിക്കും. കേശം പൊതിഞ്ഞ തുണിയും ബോട്ടിലിലെ വെള്ളവും വിശ്വാസികൾക്ക് നൽകും. 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ജീവിച്ചിരുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തന്നെയാണോ ഈ കേശം എന്നതിന് ശാസ്ത്രീയമായ തെളിവില്ല. കാലപ്പഴക്കം കണ്ടുപിടിക്കുന്നതിനുള്ള ആധുനിക ശാസ്ത്ര സങ്കേതങ്ങൾ ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിനും കേശം വിധേയമായിട്ടില്ല. കേശം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് അഗ്നിബാധയോ പ്രകൃതിക്ഷോഭമോ ഉണ്ടായാലും കേശം നശിക്കില്ലെന്നാണ് അവകാശവാദം. വർഷത്തിൽ 3 ദിവസമാണ് ഹസർജിയുടെ വീട്ടിൽ പ്രത്യേക പരിപാടി നടക്കുക. ഈ പരിപാടിയിലെ ക്ഷണിതാവാണ് കാന്തപുരം. ഈ സൗഹൃദമാണ് കാന്തപുരത്തിന് കേശം സമ്മാനിക്കാൻ ഹസർജിയെ പ്രേരിപ്പിച്ചത്. കേശം യഥാർത്ഥത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടേത് തന്നെയോ? ഈ ചോദ്യം വാദപ്രതിവാദത്തിലേക്ക് പോയപ്പോൾ ചരിത്രം അറിയാൻ ഇന്ത്യ വിഷൻ ശ്രമിച്ചെന്നു മാത്രം. ക്യാമറമാൻ ഷബീനൊപ്പം നദീർ അജ്മൽ, ദുബായ്, ഇന്ത്യ വിഷൻ.